പ്രയാഗരാജിലെ മഹാപൂർണകുംഭം. മഹാപൂർണകുംഭം എന്ന് പറയുമ്പോൾ ഇത് 12 മഹാപൂർണം കൂടിയതാണ്. അതുകൊണ്ട് 144 വർഷത്തിന് ശേഷം ഉള്ള ഒരു മഹാപൂർണകുംഭമാണ്. ഇവിടെ വന്നാൽ ഒരു ദിവ്യ അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. എത്രയോ ദേശങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്ന് ഒക്കെയുള്ള ആൾക്കാരിവിടെ ഒത്തുകൂടുന്നു. ഈ സംഗമസ്ഥാനം ഗംഗ യമുന സരസ്വതിയുടെ സംഗമമായ ആ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്താൽ ഉണ്ടാകുന്ന അനുഭവം, അതൊന്ന് സ്നാനം ചെയ്യുന്നവർക്ക് സ്വയം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. മറ്റൊരാളോട് പറഞ്ഞാലത് വ്യക്തമാക്കാൻ സാധ്യമല്ല. അങ്ങനെ ദിവ്യ അനുഭൂതി ഉണ്ടാകണം. ലോകത്തെ എല്ലാ തരം ആൾക്കാരും ഒത്തുചേരുന്ന, എന്നാൽ വളരെ ശാന്തമായ, സമാധാനത്തോടുകൂടിയ, സംതൃപ്തിയോടുകൂടിയ ഒരു ജീവിതം ഈ കുംഭമേള കാലത്ത് ഇവിടെ നമുക്ക് അനുഭവപ്പെടും. അത് സ്വയം വന്നു തന്നെ അനുഭവിച്ചറിയേണ്ടതാണ്. ഈ കുംഭമേള ഇവിടെ അമൃത കലശം കാത്തുവെച്ച 4 സ്ഥാനങ്ങളാണ് ഗരുഡൻ കാത്തുവെച്ചതാണ്. അതിലോരോ തുള്ളി ആ ജലത്തിൽ വീണു എന്നാണ് പറയുന്നത്. പൂർണ്ണകുംഭ 12 വർഷം കൂടുമ്പോൾ ഓരോ പ്രാവശ്യവും അത് മാറി മാറി വരും. ഹരിദ്വാറിൽ കഴിഞ്ഞാൽ പ്രയാഗരാജിൽ, പിന്നെ നാസിക്ക്, ഉജ്ജയിൻ എന്നിങ്ങനെ 4 കുംഭമേള സ്ഥലങ്ങളാണുള്ളത്. ഈ ഹരിദ്വാർ നേരത്തെ ഉത്തർപ്രദേശിൽ തന്നെയായിരുന്നു, ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ്. വിഭിന്ന രാജ്യങ്ങളിലായി നടക്കുന്ന ഈ കുംഭമേള ഒരു വലിയ ജനസാഗരം തന്നെയാണ്. 45 ദിവസം കൊണ്ട് 45 കോടി ജനങ്ങൾ എത്തുമെന്നുള്ള ഒരു സാമാന്യ കണക്കുകൂട്ടലാണ് ഉള്ളത്. അങ്ങനെ ഒരു പരിശുദ്ധമായ, ഏറ്റവും സുന്ദരമായ ഇവിടുത്തെ വ്യവസ്ഥകൾ തന്നെ കണ്ടാലറിയാം, യാതൊരു വൃത്തികേടുകളുമില്ല. എല്ലാം അപ്പോഴപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ട് ഈ സ്ഥാനത്തെ ഒരു രാത്രിയിൽ അല്പം തണുപ്പ് കൂടുതലാണ്. പകൽ വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്ലസൻ്റായ കാലാവസ്ഥയാണുള്ളത്. അങ്ങനെ ഏറ്റവും സുന്ദരമായ എല്ലാ സജ്ജനങ്ങളും ഒത്തുകൂടുന്ന സത്സംഗങ്ങൾ നടക്കുന്ന, ആഹാരവും വെള്ളവുമെല്ലാം പര്യാപ്തമായി എത്രയോ സ്ഥലങ്ങളിൽ ആരും തന്നെ ഇവിടെ പട്ടിണി കിടക്കുന്നവരായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ദിവ്യ സ്ഥാനത്ത് എത്തി ഇതിലെ സൗഭാഗ്യങ്ങൾ നുകരുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രയാഗ്രാജ് കുംഭമേളയിൽ പങ്കെടുക്കുക എന്നുള്ളത് ആത്മീയവും ഭൗതികവുമായ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ എന്നും ആത്മഊർജമായി വർദ്ധിക്കും എന്നാണ് അനുഭവം കൊണ്ട് നമുക്ക് ബോധ്യമായി. കോടിക്കണക്കിന് ഹൈന്ദവ സമാജത്തിലെ സാധകരായിട്ടുള്ള ആളുകളുടെ ഈ കൂടിച്ചേരലുകൾ നടക്കുമ്പോഴും എവിടെ നാം നോക്കുമ്പോഴും ശാന്തരായി കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രത്യേകത അനുഭവപ്പെടുകയാണ്. ത്രിവേണി സംഗമത്തിലെ സ്നാനം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ആത്മബോധത്തെ ഉണർത്തുവാനും അറിവിൻ്റെ തലങ്ങളിലേക്ക് ഊർജം പകരുവാനും കഴിയുന്ന ഗംഗയുടെയും യമുനയുടെയും സരസ്വതി നദിയുടെയും സംഗമസ്ഥലം എന്നും നമുക്ക് അനുഭവവേദ്യമായി തീരുകയും കേരളത്തിൽ നിന്നും ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ ഇതര സംസ്ഥാനത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഒരു ദിവസം 80,000-വും 1,00,000-വും ശബരിമല വിശ്വാസികൾ വന്നു ചേരുമ്പോൾ അവർക്കനിവാര്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുവാൻ പോലും നമുക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് യാതൊരു വിധങ്ങളായ കുറവുകളും ഇല്ലാതെ
എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി പരസ്പര സൗഹൃദത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭക്തിയുടെയും അന്തരീക്ഷത്തിൽ ഒരു ജപമാലയിലെ മുത്തുമണി പോലെ കോർത്തിണക്കി എവിടെ തിരിഞ്ഞാലും ദാഹവും വിശപ്പിനുമുള്ള അന്നദാനം ഒരു സേവനമായി, ഒരു ഈശ്വര പൂജയായി കരുതുന്ന നമ്മുടെ സമാജത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണുവാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രയാഗിലെ ഈ കുംഭമേളയിൽ പങ്കെടുത്തതുകൊണ്ട് ലഭ്യമായിട്ടുള്ള ആനന്ദവും അനുഭൂതിയും ദീർഘകാലത്തേക്ക് നിലനിൽക്കുമെന്നും അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും സമാജത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള മുഴുവൻ ആളുകളിലേക്കും വർദ്ധിക്കുവാൻ ഇടവരട്ടെ എന്നും ഗംഗാ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ കൃഷ്ണമയാനന്ദ തീർത്ഥവാദർ, പന്മനയാശ്രമം. പ്രയാഗ്രാജ് കുംഭമേളയിൽ പങ്കെടുത്തതിൻ്റെ ആഹ്ലാദം നിങ്ങളുമായി പങ്കിടുകയാണ്. ഏകദേശം 3 നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ മഹോത്സവം എന്ന് തന്നെ പറയാം. അതിൽ 4 കുംഭമേളകളിൽ ഏറ്റവും പ്രധാനം പ്രയാഗ്രാജ് കുംഭമേളയാണ്. ഗംഗാ യമുന സരസ്വതി സംഗമം, ഇവിടുത്തെ സ്നാനം തന്നെയാണ് പ്രധാനം. ഇത്തവണത്തെ കുംഭമേള എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരും നമ്മുടെ കേന്ദ്ര സർക്കാരും കൂടെ ഇടപെട്ട് വളരെ ഗംഭീരമായ ഒരു മഹോത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ പാതിയോട് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനപ്രവാഹമാണ് ഇങ്ങോട്ട് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഗംഗാജിയുടെയും യമുനാജിയുടെയും ബാഹ്യമായ ഒഴുക്കും അന്തർവാഹിനിയായ സരസ്വതി ദേവിയുടെ ഒഴുക്കും, അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും സനാതന ധർമ്മവാഹിനിയാണ് ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നത്. പല സംസ്കാരങ്ങൾ, പല സമ്പ്രദായങ്ങൾ, ഇതിനെയൊക്കെ കാണാനും ഭാരതത്തിൻ്റെ ആധ്യാത്മിക സമ്പത്തിനെ കണ്ടറിയുവാനുമുള്ള ഒരു മാർഗമാണ് ഈ പ്രയാഗയിലേക്കുള്ള കുംഭമേളയുടെ എല്ലാവരുടെയും വരവെന്ന് കണക്കാക്കുന്നു. അതിൽ വരാൻ പറ്റിയത് മുജ്ജന്മ സുഹൃതമായി കണക്കാക്കുന്നു. ഭാരതത്തിൻ്റെ ആധ്യാത്മിക സമ്പത്ത്, സന്യാസ സമ്പത്ത്, ആ ധർമ്മത്തിനെ കാണാനും മനസ്സിലാക്കുവാനും ഇത് ഉപകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും എൻ്റെ പ്രണാമം. നമ്മുടെ 144 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു മഹാകുംഭമേളയാണ് പ്രയാഗ്രാജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. കാരണം അത്രയും ജനാവലി, കോടികളിങ്ങനെ ഓരോ ദിവസവും വന്ന് നിറയാണ്. ഈ ഇവിടുത്തെ സ്നാനം പ്രധാനപ്പെട്ട സ്നാനങ്ങൾ 5ആണല്ലോ. അതില്ലെങ്കിൽ പോലും ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി വളരെ ഗംഭീരമാണ്. അത് ഒരിക്കലും പറഞ്ഞുതരാൻ പറ്റില്ല. എത്രയോ കാലങ്ങളായിട്ട്, യുഗങ്ങളായിട്ട് തപസ്സികളും മഹാത്മാക്കളും സന്യാസിമാരും ഋഷികളും ദേവതകളൊക്കെ തപം ചെയ്ത പുണ്യഭൂമിയാണ് പ്രയാഗ്രാജ് തീർത്ഥം എന്ന് പറയുന്നത്. തീർത്ഥസ്ഥാനങ്ങളുടെ ഏറ്റവും രാജാവ് തീർത്ഥസ്ഥാനം എന്ന് പറയുന്ന പ്രയാഗ്രാജാണ്. ഈ പ്രയാഗ്രാജ് എത്താനും ഈ കുംഭമേളയുടെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പകുതി പോലും കണ്ടു തീർക്കാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത്രയും ദൂരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതെല്ലാം കുട്ടികളും പരാധീനങ്ങളുമായിട്ട് എത്രയോ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ വളരെ കൈകുപ്പി തൊഴുതു പോകുന്നുണ്ട്. എത്രയോ സന്ത് മഹാത്മാക്കൾ വരുന്നു, സാധാരണക്കാർ വരുന്നു, ഇത്രയും ദൂരം താണ്ടി വരുന്നു. പക്ഷേ അവിടെ വന്ന് കുളിച്ച് ആ ഗംഗാമയ്യ അമ്മയുടെ അനുഗ്രഹം നേടാൻ വേണ്ടി വരുന്ന ഈ ഒരു അനുഭവം ഒരുപക്ഷേ സൗത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. തീർച്ചയായിട്ടും കുംഭമേള കാണണം. കുംഭമേളയുടെ ഈ അനുസ്യൂതമായ ആത്മീയ ഊർജ്ജ പ്രവാഹം എന്ന് പറയുന്നത് തന്നെ പറയാം. അത് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണം. ഇനിയും ഈ കുംഭമേളകളിൽ സംഗമിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗംഗാമാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. ജയ് ഗംഗാമയ്യ. ഹരി ഓം. ഹരി ഓം. കേരളത്തിൽ നിന്ന് ഈ മഹാപുണ്യമായ കുംഭമേളയിൽ, പ്രയാഗ്രാജ് കുംഭമേളയിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മഠങ്ങളുടെയൊക്കെ മഠാധിപതിമാരും അതുപോലെ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള മറ്റ് സന്യാസിവര്യന്മാരും ഒക്കെ ചേർന്ന് 21 അംഗ സംഘമാണ് പങ്കെടുത്തിട്ടുള്ളത്. എല്ലാവരും തന്നെ നമ്മുടെ പരമ്പരകൾ പറയുന്നത് പോലെ അമൃതത്തിൻ്റെ അംശം അത് സത്സംഗങ്ങളിലൂടെയും സ്നാനത്തിലൂടെയുമൊക്കെ നേടിയെടുത്തതിൻ്റെ ധന്യതയിലാണ് ഓരോരുത്തരും. തണുപ്പിനെ ഒന്നിനെയും വകവയ്ക്കാതെ തന്നെ ഗംഗാജിയിലും അതുപോലെ തന്നെ ത്രിവേണി സംഗമത്തിലും ഒക്കെ സ്നാനം ചെയ്ത് അവിടെ നിന്ന് ജലമൊക്കെ ശേഖരിച്ച് ആണ് ഓരോ സന്യാസിമാരും ഇപ്പം നിലകൊള്ളുന്നത്.
അതോടൊപ്പം തന്നെ ഈ കുംഭമേളയിൽ നടന്ന ചില സമ്മേളനങ്ങളുണ്ട്. കേന്ദ്രീയ മാർഗദർശന മണ്ഡലത്തിൻ്റെ യോഗം, അതുപോലെ തന്നെ യുവസന്യാസിമാരുടെ യോഗം, സന്ത് സമ്മേളനം, അമ്മമാരുടെ സമ്മേളനം. ഇതിലോരോന്നിലും കാറ്റഗറി തിരിച്ച് തന്നെ കേരളത്തിലുള്ള സന്യാസി വര്യന്മാർ പങ്കെടുത്തിട്ടുണ്ട്. വേദിയിൽ സന്ത് സമ്മേളനത്തിൽ വേദിയിൽ കേരളത്തിൻ്റെ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമിജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേന്ദ്രീയ മാർഗദർശന മണ്ഡലത്തിൻ്റെ യോഗത്തിൽ പൂജനീയ ചിദാനന്ദപുരി സ്വാമിജി അഭിപ്രായം രേഖപ്പെടുത്തി. ഇങ്ങനെ എന്തുകൊണ്ടും വളരെ ധന്യമായ ഒരു നിമിഷമാണ് വാസ്തവത്തിൽ പ്രയാഗ്രാജ് കുംഭമേള ഓരോ സന്യാസി വര്യന്മാർക്കും നൽകിയിട്ടുള്ളത്. തണുപ്പിനെ വലിയ തണുപ്പുണ്ട്, മിക്കവർക്കും കഫത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അലട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ തന്നെ അതൊന്നും വകവയ്ക്കാതെ ആണ് ഓരോ സന്യാസി വര്യന്മാരും ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിനിപ്പോൾ എല്ലാവരും കൂടി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ അവിടെ ദർശനം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വണ്ടി ഭയങ്കര തിരക്കായതുകൊണ്ട് വണ്ടികളെല്ലാം ഡൈവേർട്ടഡാണ്. പ്രയാഗ്രാജിൽ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി പ്രയാഗ്രാജിൽ നിന്ന് കിട്ടില്ല. അതും ഡൈവേർട്ടഡായിട്ട് വേറെ ലൈനിൽ കൂടെ നമ്മൾ കയറണം. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വാരാണസിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെ ദീൻദയാൽ ഉപാധ്യായ സ്റ്റേഷനിൽ നിന്നാണ് വണ്ടി കയറേണ്ടത്. അപ്പം അങ്ങനെ അത്രയും ദൂരത്തിൽ യാത്രയൊക്കെ ചെയ്താണ് ഓരോരുത്തരും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഞങ്ങൾ കേരളത്തിലേക്ക് യാത്രയാകും. എല്ലാവരും ഈ പൂർണ്ണ കുംഭമേള കുംഭത്തിൻ്റെ എല്ലാ ധന്യതയും പേറിക്കൊണ്ടാണ് ഓരോരുത്തരും പോകുന്നത്. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹത്തായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരിയോം. ഹരിയോം. ജയ് പ്രയാഗ്രാജ് കി. ഹര ഹര മഹാദേവ്. ലോകാത്ഭുതങ്ങളിലൊന്നായ മഹാകുംഭമേളയിൽ തീർത്ഥസ്നാനം ചെയ്ത് ഞങ്ങൾ കേരളത്തിൽ തിരിച്ചെത്തി. ഈ ഒരു സംഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മഹാത്ഭുതമാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഉള്ളത് എന്നാണല്ലോ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ ഒരു ദിവസം ഏതാണ്ട് 2 കോടിയിലധികം പേരാണ് സ്നാനം ചെയ്യുന്നത്. വിശേഷ ദിവസങ്ങളിൽ അത് 5 കോടി വരെയൊക്കെ ആവാറുണ്ട്. ഇത്രയും ജനതതിയെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥലത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏതാണ്ട് 35 സ്ക്വയർ കിലോമീറ്ററാണ്. അത്രയും വിസ്താരമുള്ള സ്ഥലത്ത് ഇത് മറ്റ് സമയങ്ങളിൽ അവിടെയൊക്കെ ഗംഗാനദിയുടെ പ്രവാഹമായിരിക്കും, വിശേഷിച്ചും മഴക്കാലത്ത്. അപ്പം മഴയൊഴിഞ്ഞ് ഗംഗാനദി അതിൻ്റെ പ്രഭാവത്തെ ചുരുക്കുന്ന ഈ സമയത്ത് കുംഭമേള നടക്കും. അപ്പോൾ അവിടെ മണൽ പ്രദേശങ്ങളിലൊക്കെയാണ് ടെൻറ്റുകൾ അടിക്കുക. ഏതാണ്ട് 2 ലക്ഷത്തോളം ടെൻറ്റുകൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ താമസിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ 18ാമത്തെ സെക്ടറാണ്. അവിടെ ഏതാണ്ട് 10,000 പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാം എന്നാണ് അവർ തന്നിട്ടുള്ള ഒരു സൂചന. ഇത്രയും പേരെ ഉൾക്കൊള്ളുന്ന സമയത്ത് ഒരു കോടിക്കണക്കിന്, മൊത്തം ഏതാണ്ട് 45 കോടി പേര് വന്നു പോകും എന്നാണ് സർക്കാരിൻ്റെ ഒരു കണക്ക്. ഇത്രയും പേരെ അവിടേക്ക് ക്ഷണിക്കുമ്പോൾ എത്തിക്കുന്ന സമയത്ത് അത് സമ്മാനിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് സമ്മാനിക്കുന്ന ശുദ്ധിയുടെ ക്ലീനിങ്ങിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇവർക്കെല്ലാവർക്കും വെള്ളം വേണം, വൈദ്യുതി വേണം, ആഹാരം വേണം. ഈ കാര്യങ്ങളിലൊക്കെ ഊർജ്ജസ്വലം കാര്യങ്ങളൊക്കെ വ്യവസ്ഥ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന വലിയ സന്നദ്ധ സംഘടനകളുണ്ട്. ആ സന്നദ്ധ സംഘടനകളെയൊക്കെ അഭിനന്ദിക്കട്ടെ. ഞങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെയുള്ള പരിചരണങ്ങൾ ലഭിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തിൽ നിന്നാണ്. വിശ്വ ഹിന്ദു പരിഷത്താണ് ഞങ്ങൾ 21ഓളം സ്വാമിജിമാരെ കുംഭമേളയ്ക്ക് കൊണ്ടുപോയതും തിരിച്ച് കൊണ്ടുവന്നതും. അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെ, സെക്ടറിലുള്ള പ്രവർത്തകരെയും എത്രയെത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. ഇതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനത്തിന് ഈ സമയത്ത് വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് യുവജനങ്ങളുണ്ട്. അവർക്കൊക്കെ എന്താ പ്രചോദനം എന്നുള്ളത് അത്ഭുതമാണ്. ഏതായാലും പാലാഴി മഥന കഥയുമായി ബന്ധപ്പെട്ട അമൃതത്തിൻ്റെ ചിന്തയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ സമയത്ത് നദികളിലൊക്കെ ജലം അമൃതമായി മാറും. അതുകൊണ്ട് അവിടെ സ്നാനം ചെയ്യുക. ഇത് കേവലം ഭൗതികമായ ഒരു
അനുഗ്രഹം മാത്രമല്ല, വൈകാരികവും വൈചാരികവും സർവോപരി ആധ്യാത്മികവുമായ ഒരു അനുഭൂതി തന്നെയാണ്. കാരണം വിവിധ സംസ്കാരങ്ങളുള്ള ഭാരതം അതിൻ്റെ എല്ലാ സംസ്കാരങ്ങളെയും ധാർമ്മിക അവബോധങ്ങളെയും ഒക്കെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഉദ്യമിക്കുന്നു. അനവധി 13ഓളം അഖാഡകളും അതുപോലെ തന്നെ ഒട്ടനവധി ആശ്രമങ്ങളും ആധ്യാത്മിക സംഘടനകളുമൊക്കെ അവിടെ വന്നുകൂടി ഈ സമയം മുഴുവൻ പ്രഭാഷണങ്ങളും മറ്റ് കാര്യക്രമങ്ങളും ഒക്കെ ആയിട്ട് പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരുന്നതും ഗംഗാനദി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നതും വലിയ ഒരു അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുതലും ജാഗ്രതയും അതുപോലെ തന്നെ ഉത്സാഹങ്ങളുമൊക്കെ അഭിനന്ദിക്കുന്നതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരെ മുഴുവൻ അഭിനന്ദിക്കട്ടെ. അവിടെ എവിടെയും നമുക്ക് വൃത്തിശൂന്യത കാണാൻ സാധിക്കില്ല. അത്രയും ജാഗ്രതയോടെയാണ് സന്നദ്ധ പ്രവർത്തകർ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതുപോലെ മിക്ക ഇടങ്ങളിലും സൗജന്യമായി ഭക്ഷണം വിളിച്ച് നൽകുന്ന വ്യവസ്ഥയുണ്ട്. ഇങ്ങനെ എത്തിച്ചേരുന്നവർക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത വിധം ഇതൊരു മഹാസംഭവമാണ്. ഇതിൻ്റെ പിറകിലുള്ള ആസൂത്രണത്തിനും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുന്ന ഉത്സാഹത്തിനും ഒക്കെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടും ഈ ഒരു മഹാകുംഭമേളയുടെ സമാഗമ വിഷയത്തെ അത് നൽകുന്ന ആധ്യാത്മിക പ്രബുദ്ധതയും അതുപോലെ തന്നെ ഭൗതിക സമൃദ്ധിയും ഒക്കെ ഭാരതത്തിൻ്റെ ഗൗരവത്തെ ഇനിയും വളർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സന്നദ്ധ പ്രവർത്തകർക്ക് ഗുരുപരമ്പരയുടെയും പരമശിവൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വിരമിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ പ്രയാഗ്രാജ് കുംഭമേള സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ സാധ്യ സമ്മേളനത്തിൽ പങ്കുചേരുന്നതിനാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. പക്ഷേ കുംഭമേളയുടെ ഒരു നല്ല ദൃശ്യം അനുഭവിക്കുന്നതിന് സാധിച്ചു. ആരും അന്യരില്ല ആനന്ദമാരിലും എന്ന പരമാർത്ഥത്തെ പ്രതീകമാക്കിക്കുന്ന സർവമായ ആനന്ദവും സുഖവുമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതീകമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുംഭമേള സമ്മേളനം നമ്മൾ കേരളീയരെ സംബന്ധിച്ച് പുതുമയാണ്. ഇതൊക്കെ അത്ഭുതം എന്നേ തോന്നും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന സംസ്ഥാനക്കാരെല്ലാവരും അവരുടെ സ്വാഭാവികതയോടുകൂടി അവരവരുടെ ഗുരുവിൻ്റെ പിന്നാലെ അവരുടെ ജ്യേഷ്ഠൻ്റെ പിന്നാലെ ഒരുമിച്ച് ഒരേ നിലയിൽ സന്തോഷത്തോടും ഐക്യത്തോടും സമന്വയത്തോടും കൂടി പോകുന്ന ആ കാഴ്ച നമ്മുടെ ഭാരത ഭൂമിയുടെ വൈവിധ്യത്തെയും ഏകതയെയും അതിൻ്റെ സംസ്കാരത്തിൻ്റെ മഹിമയെയും കണ്ട് ആനന്ദിക്കുന്നതിനും അഭിമാനം കൊള്ളുന്നതിനും അതുപോലെ കുറച്ച് സംഭ്രമത്തോടു കൂടി നമ്മൾ എത്രമാത്രം കീഴെയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നില സംസ്കാരം നമ്മൾ അഭിമാനിക്കുമെങ്കിലും നമ്മളുടെ നില എത്രമാത്രം താഴെയാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള അവസരമാണ്. ഇത് സർവത്ര ആനന്ദവും സുഖവും എന്നല്ലാതെ എന്നും പറയാനില്ല. ഇതൊരു അവസരം കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം ആണ്. സർവോത്കൃഷ്ടമായ ജന്മലാഭമാണ്. നമുക്ക് എല്ലാവർക്കും അതിനെ അനുഭവിക്കാൻ മേൽക്കുമേൽ അവസരമുണ്ടാകട്ടെ. കുംഭമേളയെ ആശംസിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഇതംപ്രദമായി നടന്നുകൊള്ളും. പക്ഷേ നമ്മുടെ അപജയത്തിൽ നിന്നും ഉണരുവാനും നമുക്ക് കഴിയുമാറാകട്ടെ എന്ന പ്രയാഗ്രാജിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഹരി ഓം. ഒരു മഹാത്ഭുതമാണ് നടക്കുന്നത്, അത്രേ പറയാനുള്ളൂ. മനുഷ്യൻ നിയന്ത്രിക്കണമെന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ 3 ലക്ഷം കുടീരങ്ങൾ ഏത് സമയത്തും ഒരു 1.5 കോടി 2 കോടി ജനങ്ങൾ അവിടെ ഉണ്ട്. എല്ലാ സമയത്തും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചെറിയൊരു സ്ഥലത്ത്, ചെറുതെന്ന് പറഞ്ഞാൽ ഒരു 35-40 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ. നല്ലൊരു അത്ഭുതമാണ്. വിശ്വാസത്തിൻ്റെ, ഭക്തിയുടെ, ശ്രദ്ധയുടെ വലിയൊരു ഒരു ഒരു അത്ഭുതകരമായ പ്രകടനമാണ് അവിടെ. അത്ഭുതകരമായ പ്രകടനം. ഈ മേള അവസരത്തിൽ സംഗമത്തിലോ അഥവാ സംഗമാനന്തരമുള്ള ഗംഗയിലോ ഒന്ന് കുളിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അതിനേക്കാൾ വലുത് വേറെ ഉണ്ട്. ഈ പറഞ്ഞ 3 ലക്ഷം കുടീരെന്ന് ശിബിരങ്ങൾ പറഞ്ഞു. എല്ലായിടത്തും വലിയ വലിയ വിദ്വാൻമാരുടെ പ്രഭാഷണങ്ങളുണ്ട്, ക്ലാസ്സുകളുണ്ട്, സത്സംഗങ്ങളുണ്ട്, വാക്യാർത്ഥ സദസ്സുകളുണ്ട്, രാമായണ കഥകളുണ്ട്, ഭാഗവത കഥകളുണ്ട്. സത്സംഗങ്ങൾ നിരന്തരം നടക്കുകയല്ലേ, നിരന്തരം. അപ്പോൾ ഇവിടുന്ന് കേൾക്കുക, അവിടെ പോവുക, അവിടുന്ന് കേൾക്കുക. എല്ലായിടത്തും ഭക്ഷണം കിട്ടും. പോരെ, ഭക്ഷണമല്ലേ വേണ്ടത്? അതെല്ലായിടത്തും കിട്ടും. ഭക്ഷണം കൂടുതലായിട്ട് രോഗം വരിക, അല്ലാതെ ഭക്ഷണം ഇല്ലാണ്ടാരും അവിടെ കഷ്ടപ്പെടില്ല. പിന്നെ വേണ്ടത് വിസർജനമാണ്. അതിന് വലിയ കഷ്ടപ്പാടായിരുന്നു പണ്ട്. ഇപ്പോൾ യോഗി മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ഇവിടെ ഇപ്പോൾ ഒരു പ്രയാസവും ഇല്ല. മുക്കിന്
കക്കൂസുകളുണ്ട്, സുലഭമായിട്ട് വെള്ളമുണ്ട്, എല്ലായിടവും സ്വച്ഛമാണ്. ഒരു കടലാസ് കാണില്ല, ഒരു പ്ലാസ്റ്റിക് കാണില്ല. നീ പോയി കണ്ടാലേ മനസ്സിലാവും, അല്ലെങ്കിൽ തട്ടിപ്പ് പറയാന്ന് വിചാരിക്കും. കഴിഞ്ഞ മുമ്പ് കുംഭത്തിന് പോകുമ്പോൾ അങ്ങനെയല്ല, ആര് വലിച്ച് അഴുക്കും അതുമായിട്ട്. വളരെ വൃത്തിയാണ്, വളരെ വൃത്തി. അത്ഭുതമാണ് നടക്കണം, അത്ഭുതം, മഹാത്ഭുതം. ഒരു ലീഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് എന്ത് മാറ്റം വരും എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ ദൃഷ്ടാന്തം നമുക്ക് കാണാം. സന്യാസി പരമ്പരകൾ ആയിരക്കണക്കിനുണ്ട്. ഇതിലൊന്നും പെടാത്ത ധാരാളമുണ്ട്, അവരൊക്കെ വരുന്നു. എന്നാൽ മിക്കവാറും അഖാഡകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, പോയാലും പോയില്ലെങ്കിലും. ഇതിലൊന്നേ പറയാനുള്ളൂ, ഇനിയും സമയം വൈകിയിട്ടില്ല. ആ മഹാത്ഭുതത്തിലൊന്ന് പങ്കെടുക്കാൻ പോകേണ്ടതാണ് കഴിയുന്നവർ. നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് ഈ താവട്ടത്തിൽ ഇരുന്നാൽ എവിടെ മനസ്സിലാവണം. ഏതായാലും ഈ പ്രാവശ്യത്തെ കുംഭത്തിന് വേറൊരു വളരെ വലിയൊരു വിശേഷമുള്ളത്, 500 വർഷത്തിലധികമുള്ള പാരതന്ത്ര്യം മാറി ശ്രീരാമക്ഷേത്രം സ്ഥാപിതമായതിനു ശേഷമുള്ള ആദ്യത്തെ കുംഭമാണ്. അതിനുവേണ്ടി എങ്ങനെ ചെയ്തു, അതേപോലെ കാശി മഥുര മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് സന്യാസിമാർ പിരിഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടുള്ളത്. ആനന്ദ മധുപാരാമ ഹരിചന്ദന സുന്ദരം തം ഭജേ വിജയാനന്ദ കൈവല്യമണിമന്ദിരം. ഈശ്വരാനുഗ്രഹവും ഗുരുകൃപയും കൊണ്ട് മാത്രം ലഭിച്ച അതിദുർലഭമായ ഭാഗ്യത്താൽ സാധ്യമായ പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ അവാച്യമായ അനുഭൂതിയുടെ മഹാമേരുവിലിരുന്നു കൊണ്ട് ഭാരതീയ ഋഷി പരമ്പരകളുടെ പാദപത്മങ്ങളിൽ നമസ്കരിക്കുന്നു. ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കാൻ അത്യന്തം ദുർലഭമാണ് 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള. 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന അർദ്ധകുംഭമേള ഹരിദ്വാറിലും പ്രയാഗിലും സംഭവിക്കുമ്പോൾ 12 വർഷം കൂടിയുള്ള പൂർണ്ണകുംഭമേള ഹരിദ്വാർ, പ്രയാഗ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിൽ നടക്കുന്നു. എന്നാൽ 144 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്. ഹരിദ്വാറിൽ ഗംഗാനദിയും നാസിക്കിൽ ഗോദാവരിയും ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദിയും വേദിയാകുമ്പോൾ പ്രയാഗ്രാജിൽ പുണ്യവാഹിനികളായ ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ ത്രിവേണി സംഗമമാണ് ഈ മഹോത്സവത്തെ പവിത്രമാക്കുന്നത്. ഭാരതീയ സംസ്കൃതിയും പൈതൃകവും പുരാതന കലകളും ആചാരാനുഷ്ഠാനങ്ങളും ആയോധന കലകളും പൂജാ ഹോമാദികളും സത്സംഗങ്ങളും മഹാസമ്മേളനങ്ങളും സർവോപരി അമൃതസ്നാനവും സനാതനധർമ്മത്തിൻ്റെ ആധ്യാത്മിക തേജസ്സിൽ സമഞ്ജസമായി സമ്മേളിച്ച് പ്രോജ്വലിക്കുന്ന ഭാവനാതീതമായ ദിവ്യോത്സവമാണ് കുംഭമേള. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ ആർക്കും ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയൂ എന്ന് നമുക്കവിടെ എത്തുമ്പോൾ മനസ്സിലാവും. നാഗ, അഘോരി തുടങ്ങി ഭാരതത്തിലെ വിവിധ സന്യാസി പരമ്പരകളിൽപ്പെട്ട അനേകം സാധുക്കളെ ദർശിക്കാനും അനുഗ്രഹം നേടാനും സാധിച്ചത് ഗുരുകൃപ കൊണ്ട് മാത്രമാണ്. സന്യാസി സംഘങ്ങളായ വിവിധ അഖാഡകളുടെ വേഷവൈവിധ്യമാർന്നതും വാദ്യമേളങ്ങളോട് കൂടിയതുമായ ഘോഷയാത്രകൾ കണ്ണും കാതും കരളും നിറയ്ക്കുന്നതാണ്. ഈശ്വരാനുഗ്രഹത്താൽ ത്രിവേണി സംഗമ സ്നാനവും തടസ്സമില്ലാതെ നടന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കുത്തിയൊഴുകുന്ന ജലപ്രവാഹം പോലെ ഒഴുകുന്ന റോഡുകൾ നമ്മെ അന്ധാളിപ്പിക്കുന്നതാണ്. വാക്കുകൾക്കതീതമാണ് അവിടുത്തെ ഓരോ വിസ്മയ കാഴ്ചകളും. ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത ഒരു ഭാഗ്യാവസരം ഒരുക്കിത്തന്ന മാർഗദർശക മണ്ഡലത്തിനോടും മാധവസേവയായി കാണുന്ന വിശ്വഹിന്ദു പരിഷത്തിനോടും ഹൃദയപൂർവമായ സ്നേഹം അറിയിക്കുന്നു. അഖണ്ഡ സച്ചിദാനന്ദ ശ്രീ സദ്ഗുരു പാദാരവിന്ദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കുംഭമേളയിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെയധികം ഒരു ഈ ജന്മത്തിൽ അസുലഭമായിട്ട് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വന്ന്
കണ്ടപ്പോഴാണ് അതിൻ്റെ മഹിമ ശരിക്കും അനുഭവിച്ചറിയാൻ സാധിച്ചത്. എവിടെ നോക്കിയാലും നാമജപം. ജയ് സീതാറാം, ഹര ഹര മഹാദേവ്, ഹരേ രാമ, രാധേശ്യാം എന്നുള്ള മന്ത്രങ്ങളാൽ മുഖരിതമാണ് ഈ പ്രയാഗ്രാജ് മുഴുവൻ. അവിടുന്ന് പോരുമ്പോൾ ഒരു കാഴ്ചപ്പാടുള്ളിലുണ്ടായിരുന്നു, പുരുഷാധിപത്യമാണ് പ്രയാഗരാജയിൽ എന്നുള്ളത്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് പുരുഷനും സ്ത്രീയും എങ്ങനെ സന്തുലിത ഭാവത്തിൽ ഇവിടെ സമന്വയിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അത് ബോധ്യമായത്. പുരുഷാധിപത്യമല്ല ഇവിടെ, സ്ത്രീയുടെ ആധിപത്യവുമല്ല, രണ്ടും സമന്വയിച്ച ഒരു സമ്മേളനം. കുംഭം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത്, സമ്മേളനം എന്ന് പറഞ്ഞാൽ മേളിക്കുക, ഒരുമിക്കുക എന്നുള്ളത് അത് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. വൈകാരികമായ ലോകത്തിൽ നമ്മൾ അവിടെ ഫാസ്റ്റ് ഫുഡിൻ്റെയും മറ്റും പുറകെ പോയി രോഗങ്ങൾ വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത് ഇവിടെ ഈ പ്രദേശത്ത് എങ്ങും ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം പ്രകൃതിദത്തമായ ആഹാരമാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ ആരും ഭക്ഷണത്തിന് വഴിയില്ലാതെ ഭക്ഷണത്തിന് മുട്ടിയിട്ട് അല്ലെങ്കിൽ വിശന്ന് ആരും തളർന്നു മരിക്കുന്നവരെ, ദാഹിച്ച് തളർന്നു മരിക്കുന്നവരെ ആരും ഇവിടെ കാണില്ല. പൊതുവെ ഉത്തർപ്രദേശൊക്കെ ദാരിദ്ര്യമാണ് എന്ന് പറയുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രം പണിയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല രാഷ്ട്രീയക്കാരും പറഞ്ഞത് അവിടെയുള്ളവരുടെ വിശപ്പ് മാറ്റിയിട്ടാവട്ടെ രാമക്ഷേത്രം പണിയുക. രാമക്ഷേത്രമല്ല മുഖ്യമായത്, വിശപ്പടക്കലാണ്. പക്ഷേ ഇവിടെ ആരും വിശന്ന് മരിക്കുന്നത് ആരും കാണാനില്ല. ആരും പട്ടിണി കോലങ്ങളെ ഇവിടെ ആരും കാണില്ല. അവിടെ അന്നം വിൽക്കപ്പെടുവാണെങ്കിൽ ഇവിടെ അന്നം ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. വന്നവർക്ക് ഒരു രൂപ പോലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കമില്ലാതെ നമുക്ക് വയറ് നിറച്ച് വേണ്ട ആഹാരം, അതും പ്രകൃതിദത്തമായ ആഹാരം, മാലിന്യങ്ങളില്ലാതെ മായ ചേർക്കാത്ത ആഹാരം ഇന്നേ വരെ ഉത്തർപ്രദേശിലെ ഇവിടുത്തെ ആഹാര സമ്പ്രദായമാണ്. ഇവിടെയെങ്കിലും ഇന്നേ വരെ വയറിന് എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മുടെ മനസ്സിനോ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടില്ല. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് നാമജപം മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ സനാതനധർമ്മം, ഞാൻ ഇപ്പോൾ കേരളത്തിലൊരവസ്ഥ പറയുകയാണെങ്കിൽ ഗുരുവായൂരൊക്കെ പോയിട്ട് ഒരു 10-12 ദിവസമൊക്കെ താമസിക്കാനുള്ള ഇട വന്നു. അവിടെ പോയ സമയത്ത് അധികാരികൾ പോലും സന്യാസിമാരെ കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഒരു ഭീകരമായ രൂപത്തെ കാണുന്നത് പോലെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോലും കേരളത്തിൽ സന്യാസിമാർ കയറി ചെല്ലുമ്പോൾ അവരുടെ ഭാവം. അധികാരികൾ കേവലം അവിടുത്തെ എന്താ പറയുക, സെക്യൂരിറ്റിമാരടക്കം കഠിനമായ പരുഷമായ വാക്കുകളിലൂടെയാണ് സന്യാസിമാരോട് പോലും സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ എത്രമാത്രം ആദരവ്, എല്ലാവർക്കും സന്തുലിത മനോഭാവം, സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തര ഭാരതം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നിന്ന് പലതും നമുക്ക് പഠിക്കാനും അത് കേരളത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതുമാണ് എന്നുള്ളതാണ്. നമ്മളുടെ പരിഷ്കാരങ്ങളൊക്കെ വിചാരിക്കുക വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും ആശുപത്രികളും മാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കൂനുപോലെ മുളച്ചിട്ടുണ്ട്. അതാണ് വലിയ പരിഷ്കാരം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എവിടെയാണോ ആശുപത്രികൾ കൂനുപോലെ മുളയ്ക്കാത്തത്, എവിടെയാണോ വൃദ്ധസദനങ്ങളും അനാഥമന്ദിരങ്ങളും ഇല്ലാതിരിക്കുന്നത്, അവിടെയാണ് യഥാർത്ഥ വികസനം എന്നുള്ളതാണ് നമുക്ക് ഈ പ്രയാഗരാജയിൽ വന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. മാത്രമല്ല ശുചിത്വത്തിൻ്റെ പേരിൽ ഒരു ദിവസം ലക്ഷോപലക്ഷ ജനങ്ങൾ വന്നിട്ടും ഇവിടെ ശുചിത്വത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു വേസ്റ്റ് പോലും, ഒരു പേപ്പർ പോലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല, വേസ്റ്റായി കിടക്കുന്നത് സാധിക്കില്ല. അതുപോലെ ബാത്റൂം സൗകര്യങ്ങൾ എല്ലാം തന്നെ വളരെ നീറ്റായിട്ടാണ് ഈ ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ പുകഴ്ത്താനോ ഇകഴ്ത്താനോ വേണ്ടി പറയുന്നതല്ല. അവരുടെ കാര്യക്ഷമത, അത് ഏത് രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിലും ഏത് നേതാക്കന്മാരായാലും നമ്മൾ അവരെ അനുസരിക്കേണ്ടതാണ്. ആ കാര്യക്ഷമതയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, അല്ലാണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ എടുത്ത് പറയുന്നതല്ല. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും സനാതന ധർമ്മത്തെ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ പ്രവർത്തിക്കണം. കാരണം ചോറ് ഇവിടെയും കൂറ് വേറൊരിടത്തിലും ആവരുത്. ഇത് കേരളക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കിയപ്പോൾ തോന്നുന്നു. ഇനി നമ്മൾ വരുന്നതും കേരളത്തിലേക്ക് തന്നെയാണ്. എന്നാലും ഇവിടുന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനും കാര്യങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തിയുടെ, ജ്ഞാനത്തിൻ്റെ, അതുപോലെ ഒരു ഏകതാ ഭാവത്തിൻ്റെ മൂർത്തിമൽ ഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രയാഗരാജയിൽ നിന്ന് നമ്മൾ ഇന്ന് വിടവാകുന്നു, കാശിയിലേക്ക് പോകുകയാണ്. എല്ലാവർക്കും നമ്മുടെ വിനീതമായ നമസ്കാരവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഹരി ഓം നമോ നാരായണായ. പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമായി കരുതുകയാണ്. ഇവിടെ വരുവാനും ആയിരക്കണക്കിന് സാധുക്കളുമായി സംസാരിക്കുവാനും അവരുമായി ഇടപഴകുവാനും സാധിച്ചത് ഒരു ജീവിതത്തിൽ ഒരു പുണ്യം തന്നെയാണ്. ഇവിടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നത് സാധുക്കളെ കാണുവാനും അവരുടെ അനുഗ്രഹം നേടുവാനും ഗംഗാ നദിയിൽ മുങ്ങി പുണ്യം നേടുവാനും വേണ്ടിയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ഗംഗാ നദി പോലെ ഒഴുകിയെത്തുകയാണ്. ഈ കുംഭമേളയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണ്. 144 വർഷം കൂടി നടക്കുന്ന ഈ മഹാകുംഭമേള ഞാൻ ജനിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വന്ന് സംഭവിച്ചതും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹത്തുക്കളെ കാണാൻ സാധിച്ചതും എൻ്റെ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരേപോലെ ഈ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒരുപക്ഷെ ഭൂഗോളത്തിലെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയ്ക്കാണ് ഇവിടെ തുടക്കമായിരിക്കുന്നത്. ഏകദേശം 41 ദിവസം കൊണ്ട് ഇവിടെ വന്നു പോകുന്നത് 50 കോടി ജനങ്ങളാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 1/3 ഇവിടെ സ്നാനം ചെയ്ത് ഒരു സമ്പൂർണ്ണ സംതൃപ്തിയോടെ മടങ്ങുന്നു എന്നത് വലിയൊരു കാര്യമാണ്. ഇവിടെ വരുന്ന ഓരോരുത്തരെയും ഒന്നിപ്പിക്കുന്നത് ഒരു ആധ്യാത്മിക ലക്ഷ്യമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ആധ്യാത്മിക ഉണർവ് നേടുക എന്നുള്ള ആ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അവരെല്ലാ പേരും ഈ സംഗമത്തിന് എത്തുന്നത്. അവർക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വിശ്വസിക്കാനാവാത്തൊരു കാര്യമാണ്. എല്ലാവർക്കുമുള്ള ഭക്ഷണം, പ്രാഥമിക സൗകര്യങ്ങൾ മാത്രമല്ല, ഈ വരുന്ന ആളുകളുടെ എല്ലാവരുടെയും ലക്ഷ്യം ആധ്യാത്മികത ആയതുകൊണ്ട് എല്ലാവരും സംതൃപ്തരാണ്. സ്നാനത്തിന് പോകുന്ന ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി സ്നാനത്തിന് വേണ്ടി പോകുന്നു. മടങ്ങുന്നവർ അതിലും വലിയ സംതൃപ്തിയോടുകൂടിയും ആനന്ദത്തോടുകൂടിയും തിരിച്ചു വരുന്നു. ഒരു ആഘോഷമാണ്. ഇങ്ങനൊരു പരിപാടി അവിശ്വസനീയമായ ഒന്നാണ്. ഇവിടെ വരുന്ന ഒരാൾക്കും ഒരു പരാതിയില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സംതൃപ്തിയുടെയും ആനന്ദത്തിൻ്റെയും ഒരു ആഘോഷമാണ്. എല്ലാവരെയും ആ ആധ്യാത്മിക ലക്ഷ്യം ഒന്നിപ്പിക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, ഇന്ത്യയുടെ ജീവരക്തമെന്ന് പറയുന്ന ആധ്യാത്മികതയാണ്. ഇവിടെ ഒരു ചെറിയ ഭാരതത്തിൻ്റെ പതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യം ഇവിടെയുണ്ട്. എല്ലാവരെയും ആധ്യാത്മികത ഒന്നിപ്പിക്കും. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് പോലെ ആ ഭാരതത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്ന ആധ്യാത്മികതയാണ്. ലോകത്തിന് ഭാരതം നൽകേണ്ടത് ഈ ആധ്യാത്മിക ഉണർവാണ്. അതിലൂടെ ഈ ആധ്യാത്മിക ഉണർവ് ലോകത്തിന് നൽകുന്നതിലൂടെ ആ ഭാരതത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനും ലോകത്തിനാകെ
വെളിച്ചമാകുവാനും ഭാരതത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കുംഭമേളയിൽ വന്ന് സ്നാനം ചെയ്ത ആ ഒരു നിറവ് എല്ലാവരോടുമായി പങ്കുവെച്ചുകൊണ്ട് നമസ്കാരം. എല്ലാ ധന്യാത്മാക്കൾക്കും ഹൃദയപൂർണ്ണമായ നമസ്കാരം. മഹാകുംഭപർവ്, മഹാഭാരത് കർവ് തീർച്ചയായും ഭാരതദേശത്തിൻ്റെ അഭിമാനമാണ്, പ്രൗഢിയാണ് മഹാകുംഭമേളയിലൂടെ നാം അനുഭവിക്കുന്നത്. യുഗാന്തരങ്ങളിലൂടെ നടന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ആധുനിക പരിപ്രേക്ഷ്യമായി നമുക്ക് അനുഭവപ്പെടുന്ന ഈ കുംഭമേള ജീവിതം തന്നെ ഒരു ഉത്സവമായി, ഒരു മഹോത്സവമായി മാറ്റുന്ന സന്ദേശമാണ് നൽകുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും, പണ്ഡിതനും പാമരനും, അംഗവികലിത ഉള്ളവരും അംഗസൗഷ്ഠവമുള്ളവരും, എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഒത്തുചേർന്ന് മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു സാക്ഷാത്കാരത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, ലോകക്ഷേമത്തിലേക്ക് അവരുടെ ജീവിതഗതിയെ നയിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു രംഗം. അവരവർക്കറിയാവുന്ന മാർഗങ്ങളിലൂടെ, ശരീരത്തിൻ്റെ ശുദ്ധിയായ സ്നാനത്തിലൂടെ, മനസ്സിൻ്റെ ശുദ്ധിയായ ജ്ഞാനത്തിലൂടെ, ധ്യാനത്തിലൂടെ, ഹൃദയത്തിൻ്റെ ശുദ്ധിയായ സേവനത്തിലൂടെ, ത്യാഗത്തിലൂടെ, കാരുണ്യത്തിലൂടെ എങ്ങനെ മഹത്തായ ഏതോ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരാമെന്നുള്ള അന്വേഷണം കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഭൗതിക സാമ്രാജ്യങ്ങളുടെ അത്യുന്നത രംഗങ്ങളിൽ വിരാജിക്കുന്നത് പോലും അതൊക്കെ നിസ്സാരമാണ്. അല്പമായിട്ടുള്ള ഈ മനുഷ്യായുസിൽ ജീവിത പൂർണ്ണതയ്ക്ക് വേണ്ടി, ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ധർമ്മമെന്ന് ഭൗതിക സാമ്രാജ്യങ്ങളുടെ അത്യുന്നതങ്ങളിലെത്തിയവർ പോലും പരസ്യമായി ആ സന്യാസത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മാർഗം ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന അപൂർവമായ ഒരു രംഗം കൂടിയായിട്ടുള്ള ഈ കുംഭമേളയിൽ ഇനിയും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം തന്നെ മഹത്തായിട്ടുള്ള ഒരു ദർശന സൗഭാഗ്യത്തിനായി, ജീവിതത്തിലെ അപൂർവമായിട്ടുള്ള ഒരു അനുഭൂതി ധന്യതയ്ക്കായി എത്തുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്വൈതത്തിൻ്റെ നാട്ടിൽ നിന്നും സന്യാസശ്രേഷ്ഠന്മാർ കാലടിയിൽ നിന്നും കാൽനടയായി പോയി ലോകത്തെ തന്നെ ജ്ഞാനത്തിൻ്റെ കാലടി കീഴിലാക്കിയ ആദിശങ്കര ഭഗവത്പാദൻ്റെ ആ ധന്യസ്മരണകൾ ഇരമ്പുന്ന ഒരു രംഗം കൂടിയായി ഈ കുംഭമേള മാറി എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഋഷിപരമ്പരയുടെ നാമധേയത്തിൽ ആ മഹാ അനുഭവത്തെ നെഞ്ചേറ്റിക്കൊണ്ട് എല്ലാവരെയും ആ അനുഭവ സൗഭാഗ്യത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഒരു 2025 പ്രയാഗരാജ് കുംഭമേള ഒരു മഹാസംഭവമാണ്. ഇനി ഒരു വാഴവട്ടക്കാലത്തിനകത്ത് ഇതുപോലൊരു സംഭവം നടക്കുക അസാധ്യമാണ്. 1600 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഈ ഒരു മഹാസംഭവം നടക്കുന്നത്. ഈ കുംഭമേള നഗരിയിലേക്ക് അനധികൃതമായിട്ട് ഒരാൾക്ക് പ്രവേശിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത കാര്യമാണ്. അത്രയ്ക്ക് ടൈറ്റ് ആൻഡ് സെക്യൂരിറ്റിയാണ് ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നഗരിക്ക് ഉള്ളിൽ ഒരു മോശം അനുഭവം ഉണ്ടാക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. ഇതുവരെ നടന്നിട്ടുമില്ല. 190 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളാണ് ഇവിടെ വന്നു പോയിരിക്കുന്നത്. പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, എംപിമാർ, നയതന്ത്ര പ്രതിനിധികൾ എന്നിവരെല്ലാം ഇവിടെ വന്ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് പല പരിപാടികളിൽ പങ്കെടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അവരെല്ലാം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇതുപോലൊന്ന് സംഘടിപ്പിക്കുക സാധ്യമല്ല എന്ന് തന്നെയാണ്. കേരളത്തിൽ പ്രതിനിധീകരിച്ച് 21 സന്യാസിമാരാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഈ കുംഭമേളയിൽ ലോകത്തിലെ എല്ലാ പരമ്പരകളിലും പെട്ട
സന്യാസിമാർ, സനാതനധർമ്മ വിശ്വാസികളും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവരും ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ സ്നാനത്തിൽ പങ്കെടുക്കുകയും ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. കൂടാതെ ജൈന സന്യാസിമാർ, ബുദ്ധ സന്യാസിമാർ, അതുപോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും അയൽ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ, ഭൂട്ടാൻ, ബർമ്മ, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും ആധ്യാത്മിക ആചാര്യന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് സമ്മേളനത്തിലും ഈ കുംഭമേളയിലും ഈ സ്നാനത്തിലും പങ്കെടുക്കാൻ സാധിച്ചത് ഒരു ജന്മപുണ്യമായി, ഒരു സുഹൃതമായി കരുതുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധർമാനന്ദ സ്വാമികൾ ശ്രീരാമാനന്ദ ആശ്രമത്തിൽ നിന്ന് കുംഭമേള കാണുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കുംഭമേള 4 ദിവസമായി കണ്ടു. വളരെയധികം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പത്തനംതിട്ട ജില്ല റാന്നി പെരുന്നാട് ശുഭാനന്ദ ശാന്തി ആശ്രമത്തിലെ സ്വാമിയാണ്. ഈ കുംഭമേളയിൽ പങ്കെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് സ്വാമിമാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊരു മഹാ അനുഭവം തന്നെയാണ്. ഇവിടെ കണ്ടുവരുന്നത് എല്ലാ ഏകത്വം എന്ന ബോധം ഏവരിലും ഒരുപോലെ ഏകിയെങ്കിലേ മോക്ഷമാകുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാവരും ഒന്നായി മാറുകയാണ്. ഇന്ത്യയിലുള്ള ജനസംഖ്യയുടെ 1/3 അതിൽ കൂടുതൽ ജനമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കുംഭമേള എന്താണെന്ന് വാക്കുകളാൽ പറയാൻ പറ്റില്ല. അനുഭവിച്ചറിയുക. ഇതൊരു മഹാഭാഗ്യമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രയാഗ്രാജ് കുംഭമേളയിലേക്ക് ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ. യഥാർത്ഥത്തിൽ ശബരിമലയുമായി താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ശബരിമലയുമായി താരതമ്യപ്പെടുത്തുന്നത് ഈ വീഡിയോയിലൂടെ ശബരിമലയുടെ ഉത്തരവാദിത്വം പേറുന്ന ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ കുംഭമേളയിൽ കാണുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സേവനം മുഴുവൻ ഫ്രീ, വാട്ടർ അതോറിറ്റിയുടെ സേവനം മുഴുവൻ ഫ്രീ. 1-2 സ്ഥലത്തല്ല, 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കുംഭമേള നഗർ അഥവാ പ്രയാഗ്രാജ് നഗർ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വന്നെത്തുന്നവർക്ക് മുഴുവനും എന്തെല്ലാം സൗജന്യം നൽകാൻ കഴിയും എന്നാലോചിച്ച് ഗവൺമെൻറ് തന്നെ 7,000 മുതൽ 8,000 കോടി രൂപ ചെലവ് ചെയ്തെടുത്ത് അവർക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 2 ലക്ഷമോ 3 ലക്ഷമോ കോടി രൂപയാണ് എന്ന് മനസ്സിലാക്കണം. വെറും 10,000 പേര് വേണ്ട, 1 ലക്ഷം പേരിൽ താഴെയുള്ള ജനക്കൂട്ടത്തെ ഒരു ദിവസം വരുന്നവരെ നിയന്ത്രിക്കാൻ കേരള സർക്കാർ പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പരിഹാസമാണ് അവരോട് തോന്നുന്നത് എന്ന നഗ്നസത്യം കൂടി തുറന്നു പറയുകയാണ്. 1 കോടി ആളുകളാണ് ഒരു ദിവസം അവിടെ വന്നെത്തുന്നത്. കേവലം 46 ദിവസം കൊണ്ട് 50 കോടിയോളം ആളുകൾ ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കുക. 1 ലക്ഷത്തിലേറെ 1.5 ലക്ഷത്തോളം സാധാരണ രീതിയിലുള്ള ശുചീകരണ വ്യവസ്ഥ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ലാട്രിൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സ്നാനഘട്ടം ഒരേ സമയത്ത് കുളിക്കാനായിട്ട് വന്നെത്തുന്നവർക്ക് 10 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഒരേ സമയം സ്നാനഘട്ടത്തിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കുന്നു. ഇത്രയും വിപുലമായ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനെ അവിടെ നിന്നും കൊണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാതിരിക്കാം. പക്ഷേ കേരള ഗവൺമെൻറ് ഡെലിഗേഷനായിട്ടെങ്കിലും വന്ന് ഇവിടുത്തെ ഈ കുംഭമേളയുടെ ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണണം. ഗംഗയെ ക്രോസ് ചെയ്തുകൊണ്ട് 30 പാലങ്ങളാണുള്ളത്. ആ 30 പാലങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ടെമ്പററി പാലങ്ങളാണ്, ഒന്നുപോലും പെർമനൻ്റ് ആയിട്ടുള്ളതല്ല. ഈ ടെമ്പററി പാലം വഴി ഉപയോഗപ്പെടുത്തുന്നത് എത്ര കോടി ആളുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നറിയണം. അപ്പോൾ ലോകത്തിന് മാതൃകയായി അച്ചടക്കത്തോടെ ഈ നമ്മുടെ ആധ്യാത്മികതയുടെ പരിവേഷം എന്ത് എന്ന്, അല്ലെങ്കിൽ
ഭാരതത്തിൻ്റെ ആധ്യാത്മികതയുടെ പൂർണ്ണതയായി കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ അത് കുംഭമേളയിലൂടെയാണ്. 144 വർഷം കൂടുമ്പോൾ ഇനി വരാൻ പോകുന്ന കുംഭമേള 2169 മഹാകുംഭമേള വരാനുള്ളത്. ഈ തലമുറയില്ല, അടുത്ത തലമുറയില്ല, അതിൻ്റെ അടുത്ത തലമുറയില്ല. മൂന്നാമത്തെ തലമുറ എന്ന് പറഞ്ഞാൽ 2100 ശേഷം ജനിക്കുന്ന ആളുകൾക്ക് മാത്രം പങ്കാളിത്തം കിട്ടാൻ പോകുന്ന ആ ഇതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ ഈ തലമുറയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ കേരളം ഇന്നും കൂപമണ്ഡൂകത്തിൽ തന്നെ ആയിട്ട് കഴിയുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് തന്നെ അവിടുന്നൊരു ഗവൺമെൻറ് ഡെലിഗേഷൻ ഇനിയുമുണ്ട് ദിവസങ്ങൾ ഇവിടെ വന്ന് ഇതൊന്ന് കാണണം എന്നുള്ളതാണ് ബഹുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം. ഹരിയോ. പ്രയാഗ്രാജിൽ നിന്ന് കുംഭമേളയുടെ സ്ഥാനത്ത് നിന്ന് ഏവർക്കും നമസ്കാരം. തമാശയ്ക്ക് അതല്ലെങ്കിൽ ഇത്തിരി സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഭാരത് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. പലപ്പോഴും ഈ ഒരു മീം വരുന്നത് ഭാരതത്തിലെ വളരെ രസകരമായിട്ടുള്ള, അതിനേക്കാളുപരി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചിലപ്പോൾ ഇത്തിരി അവജ്ഞയോടുകൂടി നോക്കുന്നതായിട്ടുള്ള ഭാരതത്തിൻ്റേത് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകളെ ചൂണ്ടിക്കാണിക്കാൻ എന്നുള്ള വ്യാജേനയാണ്. ഭാരതത്തിനെ കളിയാക്കുന്ന ഈ മീം കാണുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും ഒരു വിഷമം തോന്നിയിരുന്നെങ്കിലും, പക്ഷേ ഇപ്പോൾ ഈ കുംഭമേളയുടെ സ്ഥലത്ത് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം ആണ് എന്ത്, ഭാരത് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ലക്ഷക്കണക്കിന് അതല്ല കോടിക്കണക്കിന് ആളുകൾ വന്നുകൂടുന്ന കുംഭമേള. ഇവിടെ നമ്മുടെ രാഷ്ട്രം അടുത്ത ഒളിമ്പിക്സോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പോ ഹോസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഭാരതത്തിനെതിരെ നിൽക്കുന്ന ശക്തികൾ അവജ്ഞയോടുകൂടി, പുച്ഛത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാരതത്തിന് ഇത് കണക്കുള്ള വലിയ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റില്ല എന്ന്. ഇവിടെ ഈ ഒരു ആധ്യാത്മിക കൂട്ടായ്മയേക്കാൾ ഉപരി വെറുതെ ഒരു ഇവന്റ് മാനേജ്മെന്റിനെ മാത്രം എടുത്താൽ കുംഭമേള എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10 വേൾഡ് കപ്പോ 20 ഫുട്ബോൾ മാമാങ്കമോ ഒളിമ്പിക്സോ ആയിരിക്കാം. അത്രയും ആളുകൾ ഈ ഒരു 60-70 ദിവസം കൊണ്ട് ഇവിടെ വന്ന് ചേർന്ന് ഒരുമിച്ച് സ്നാനം ചെയ്ത് മടങ്ങുകയാണ്. ആലോചിച്ച് നോക്കൂ, 45 കോടി ആളുകൾ വരുമ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാര്യം ഇവിടെ വരുന്നത് ഒരു ആധ്യാത്മിക തീർത്ഥാടനത്തിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായും അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും എടുക്കുന്നതിലധികം കൊടുത്തും നമ്മൾ ജീവിക്കണം എന്നുള്ള സന്ദേശം കൂടെ നമ്മളെ ഈ ഒരു തീർത്ഥാടനത്തിൽ കൂടെ പഠിപ്പിക്കുകയാണ് കുംഭമേള. ഈ കുംഭമേളയിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാം, ഭാരത് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ഗംഭീരമായ ഒരു കുംഭമേള ഇവിടെ ഇന്ന് രാവിലെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ സാധിച്ചു. ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു തൃപ്തിയോടൊപ്പം തന്നെ നമുക്ക് പറയാം, ഭാരതം ലോകത്തിന് മുമ്പിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ഇതുപോലെയാണ്. കാര്യം ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും സാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യം ഒരു കുംഭമേള ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. പല രാഷ്ട്രങ്ങളുടെയും മൊത്തത്തിലുള്ള പോപ്പുലേഷനേക്കാൾ വലിയ ഒരു സംഖ്യ ഒരു ചെറിയ പട്ടണത്തിൽ ഒത്തുചേരുന്നു. അതിനെ അതിഗംഭീരമായി ഓർഗനൈസ് ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രശ്നരഹിതമായിട്ട് അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുന്നു. അതെ, ഭാരത് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ഹരിയോ. സംഭവിക്കുന്ന കാര്യങ്ങളിൽ അതുല്യമായ സമാനതയില്ലാത്ത ഒരു അപൂർവ സംഗമമാണിത്. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിനാണ് ഈ 1.5 മാസത്തെ ഈ മേളനത്തിൽ ഭക്തർ പങ്കെടുക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു മഹാസംഭവമാണ്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പിന്നിലുള്ള ഭക്തി, ശ്രദ്ധ, വിശ്വാസമാണ്. ഈ മഹാസംഗമത്തിൻ്റെ പിന്നിൽ കോടിക്കണക്കിനുള്ള ഭക്തകളുടെ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളാണ്. വേറൊരു പ്രതിഭാസം ഇവിടെ നിങ്ങൾ കാണുന്നത്, ഇവിടെ കോടിക്കണക്കിന് ആൾക്കാരുടെ സംഗമമാണെങ്കിൽ കൂടി
ഒരു ജനസാഗരമാണ് ഇവിടെ നമ്മൾ കാണുന്നതെങ്കിൽ കൂടി യാതൊരു ക്രമസമാധാന പ്രശ്നവുമില്ല. അച്ചടക്കത്തിൻ്റെ അങ്ങേയറ്റത്തിൻ്റെ മകുടോദാഹരണമാണ് ഈ മഹാസംഭവം. ഇവിടെ ജനങ്ങളുടെ ആ ഭക്തി എടുത്ത് പറയേണ്ടതാണ്. വേറൊരു സംഗതി, ഇതിൻ്റെ പിന്നിലുള്ള സംഘടനാ പാഠവമാണ്. യോഗിജിയുടെയും മോദിജിയുടെയും ആ കഴിവ്, ആ പ്രാഗൽഭ്യം, ആ പ്രഭാവം ഇവിടെ നമുക്ക് പ്രകടമായിട്ട് കാണുകയാണ്. തീർച്ചയായിട്ടും ഇത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ്. ഇന്ത്യയിലുള്ളവർക്ക് മാത്രമല്ല, പ്രവാസികളായ ഭാരതീയർക്ക് കൂടി ഈ മഹാസംഗമം അഭിമാനാർഹമായിട്ടൊരു സംഗതിയുമാണ്. ഏതായാലും ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത് ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പറയാൻ പറ്റില്ല, 2 മനുഷ്യായുസുകളിൽ ഒരിക്കൽ സംഭവിക്കുന്ന സംഗതിയാണ്. ആ അപൂർവമായിട്ടുള്ള സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിന്ന് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഹരി ഓം, നമസ്കാരം. ഓം ശ്രീ ചിന്മയ സത്ഗുരുവേ നമഃ. ഹംസാനന്ദപുരി സ്വാമിയാണ്. ഇവിടെ കുംഭമേളയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ നിന്നും മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ 20ഓളം സന്യാസിമാർ കുംഭമേളയിൽ പങ്കെടുക്കാൻ വന്നു. ഇവിടെ മാർഗദർശക മണ്ഡലത്തിൻ്റെ ദേശീയ സ്ഥല സമ്മേളനങ്ങൾ അതിൽ കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ഉത്സവവും ആചാരവും വിശ്വാസവും എല്ലാം കലർന്നിട്ടുള്ള ഒരു പ്രത്യേക പർവ്വമാണ് വാസ്തവത്തിൽ കുംഭമേള പർവ്വം. കുംഭമേളയിൽ വൈവിധ്യപൂർണമായ സന്യാസ സമ്പ്രദായങ്ങൾ, ഭാരതത്തിൻ്റെ മഹനീയമായ വൈവിധ്യത സമ്പ്രദായത്തിലായിക്കോട്ടെ, വിശ്വാസത്തിലായിക്കോട്ടെ, അതുപോലെ ആചാരങ്ങളായിക്കോട്ടെ, അതുപോലെ ജ്ഞാനവിജ്ഞാന രീതികളിലായിക്കോട്ടെ, പാരമ്പര്യത്തിൻ്റെ, ആചാരത്തിൻ്റെ എല്ലാം ഉള്ള ഒരു വൈവിധ്യതയുടെ സമാഗമമാണ് വാസ്തവത്തിൽ കുംഭമേള. എങ്ങനെയാണ് ഭാരതം നിലനിൽക്കുന്നത്, എങ്ങനെയാണ് ഭാരതം അതിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിലും ഇത്തരത്തിലുള്ള സമാഗമങ്ങളിലുമൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും പങ്കെടുക്കണം. എന്നിട്ടാണ് നമ്മുടെ ധർമ്മത്തെ നമ്മൾ കൂടുതൽ ആഴത്തിലും പരപ്പിലും തിരിച്ചറിയേണ്ടത്, എന്നിട്ടാണ് ധർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കുംഭമേളയുടെ ഈ ഒരു സ്ഥലം പ്രയാഗ്രാജ് വാസ്തവത്തിൽ അറിയപ്പെടുന്നത് തീർത്ഥരാജനായിട്ടാണ്. തീർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ടാണ് പ്രയാഗ്രാജ് അറിയപ്പെടുന്നത്. ഈ ഒരു കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ ഈ പ്രയാഗ്രാജിനെ ഒരു ജില്ലയായി പ്രത്യേകം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കുംഭമേള നടത്താൻ വേണ്ടിയിട്ട് ഈ ജില്ലയ്ക്ക് ഒരു കളക്ടർ, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, എല്ലാ രീതിയിലും ഒരു ജില്ലയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനു വേണ്ടി തയ്യാറായിരിക്കുകയാണ് പോലീസ് സംവിധാനം. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പെർഫെക്റ്റായിട്ട്, ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമുക്ക് നേരിട്ട് ദർശിക്കാൻ സാധിക്കും. ഇവിടെ വഞ്ചനയോ കളവോ അല്ലെങ്കിൽ പരസ്പര വിശ്വാസമില്ലാത്ത അവസ്ഥയോ ഇല്ല. എല്ലാവരും ഒഴുകുന്നു കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട്, സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നു. ആർക്കും പരിഭവമില്ല, പരാതിയില്ല. ഇത്രയും ആളുകളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ താമസ വ്യവസ്ഥ, ലക്ഷോപലക്ഷം ടെൻറ്റുകൾ ഇവിടെ ഉണ്ടെങ്കിലും കോടിക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ സൗകര്യക്കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും സുഗമമായ ഒരു താമസ വ്യവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഭക്ഷണവും അതിനനുസരിച്ചുള്ള പ്രാഥമിക കാര്യങ്ങളും ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ല. ദാനത്തിൻ്റെ മഹത്വം നമ്മൾ കാണണമെങ്കിൽ, സനാതന ധർമ്മത്തിലെ ദാനത്തിൻ്റെ മഹത്വം ഇവിടെ വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് ഓരോരുത്തരും എല്ലാവരോടും ഭക്ഷണം കഴിച്ചിട്ട് പോകൂ എന്ന് വിളിച്ച് കൊടുക്കുന്ന രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള ഭേദം ഇല്ല എന്ന് തന്നെ നമുക്ക് നേരിട്ട് കണ്ടാൽ അറിയും. സ്ത്രീ പുരുഷ ഭേദമില്ല. അസുഖം ബാധിച്ച ആളുകളടക്കം അവരെ ഈ കുംഭമേളയിലേക്ക് ആളുകൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഭാരതീയ സംസ്കൃതിയുടെ ഉദാത്തമായ മാതൃക വിളിച്ചോതുന്ന ഈ ഒരു യുഗത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു പരിപാടിയായിട്ട്, അല്ലെങ്കിൽ ഒരു സമ്മേളനമായിട്ട്, ഒരു ഉത്സവമായിട്ട്, ഒരു ആഘോഷമായിട്ട് നമുക്ക് കുംഭമേളയെ കാണാൻ കഴിയും. എന്തായാലും 144 വർഷത്തിന് ശേഷം ഈ മഹാകുംഭം ഇവിടെ നടക്കുകയാണ്. ഇനിയൊരു അടുത്ത നൂറ്റാണ്ടിൽ നമ്മൾക്കല്ല, അടുത്ത ഒരു തലമുറയ്ക്കാണ് ഇത് കാണാനും ഇതിൽ പങ്കെടുക്കാനും ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനൊക്കെയുള്ള സാധ്യതയുള്ളത്. എന്നാൽ എല്ലാ 12 വർഷം കൂടുമ്പോഴും ഭാരതത്തിലെ 4 പ്രധാനപ്പെട്ട തീർത്ഥസ്ഥാനങ്ങളിൽ
ഇത്തരത്തിലുള്ള കുംഭമേളകൾ നടക്കുന്നുണ്ട്. എല്ലാ 6 വർഷം കൂടുമ്പോഴും എല്ലാ പ്രധാനപ്പെട്ട തീർത്ഥസ്ഥാനങ്ങളിലും അർദ്ധകുംഭമേള നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുംഭമേള എന്ന് പറയുന്നത് ഈ ഉത്തരഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. എങ്കിൽ പോലും ദക്ഷിണ ഭാരതീയരെ സംബന്ധിച്ച് ഈ വക കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭംഗിയും അതിൻ്റെ സവിശേഷതയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് കുറവാണ്. എന്നാൽ ഈ കാലത്ത് ഈ ഒരു മഹാകുംഭമേളയിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വരികയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും 20ഓളം സന്യാസിമാർ ഇവിടെ പങ്കെടുത്തു, സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. വലിയൊരു സന്ദേശമാണ് ഇവിടെയുള്ള സമ്മേളനങ്ങളെല്ലാം വിളിച്ചോതിയിട്ടുള്ളത്. ഏകതയുടെയും സനാതനധർമ്മ ശാക്തീകരണത്തിൻ്റെയും സന്ദേശമാണ് ലോകത്തിന്, ഭാരതത്തിന് നൽകാനുള്ളത്. അതുതന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ സന്ദേശം. നമ്മളെല്ലാവരും ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുകയും ഏറ്റുവാങ്ങുകയും നമ്മൾക്കൊക്കെ ഈ ഭാരതത്തെ, ഭാരതീയതയെ, സനാതനധർമ്മത്തെ, നമ്മളുടെ വൈശിഷ്ട്യമായ സമ്പ്രദായങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ജ്ഞാനത്തെയും എല്ലാം പരിപോഷിപ്പിക്കാനും പകർന്നു നൽകാനുള്ള ദൗത്യമുണ്ട് എന്നെല്ലാവരും തിരിച്ചറിയുകയാണ് വേണ്ടത് എന്ന് മാത്രം പറയുന്നു. ഹരി ഓം. സന്തോഷം.